العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله. أما بعد، فاق النبيين في خلق وفي خلق ولم يزادوا في علم ولا كرم. مولاي صل وسلم دائما أبدا على حبيبك حبيب الخلق كلهم. വേദിയിരിക്കുന്ന വിശിഷ്ടാചാര്യർ, ദീർഘമായ ഒരു പ്രഭാഷണത്തിന്റെ സമയമോ അവസരമോ അല്ല എന്ന് എല്ലാവർക്കും അറിയാം. പരിശുദ്ധമായ റബീഉൽ അവ്വൽ അഷ്റഫുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യമാസം ലോകത്തിന്റെ വിവിധ തലങ്ങളിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിന്റെ ആഘോഷത്തിനൊപ്പിൽ നാം സന്തോഷിച്ചുകൊണ്ടിരുന്നപ്പോൾ ലോകത്തെ ഒന്നടങ്കം നടുക്കുന്ന ചില വാർത്തകൾ ഫ്രാൻസിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. പൊതുവെ പത്രവായന കുറവുള്ളതാണ്. ഇന്ന് രാവിലെ എൻ്റെ ഒരു സഹാധ്യാപകൻ മാതൃഭൂമി ദിനപത്രത്തിലെ അവസാന പേജിൽ ഒരു വാർത്ത കാണിച്ചു. ഷെർലി എബ്ഡോ എന്ന ഫ്രഞ്ച് ആക്ഷേപഹാസ്യ വാരികയുടെ പേജുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അപഹസിച്ചുകൊണ്ട് ഒരു കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചതിനെ തുടർന്ന് ഫ്രാൻസിലുണ്ടായ ആ മാസികയുടെ ഓഫീസിന് നേരെയുണ്ടായ ഭീകരാക്രമണം നാം വായിച്ചു. 12 കാർട്ടൂണിസ്റ്റുകൾ മരണപ്പെടുകയും അതിനെ തുടർന്ന് പ്രതികാര നടപടി എന്ന വണ്ണം വർഗീയ ലഹള എന്ന് മാധ്യമങ്ങൾക്ക് പേരിടാൻ മടിയുണ്ടെങ്കിലും നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സംഘടനകൾ നാം വായിച്ചുകൊണ്ടിരിക്കും. ഒരു പ്രതികാരം എന്ന വണ്ണം ആ മാസികയുടെ അതിജീവിച്ചവരുടെ പതിപ്പ്, അതിജീവിച്ചവരുടെ രക്തം പുറത്തു വരുന്നു. 30 ലക്ഷം കോപ്പികൾ 16 ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്ത് 25 രാജ്യങ്ങളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിഹസിക്കുന്ന ഒരു കാർട്ടൂൺ മുഖചിത്രമായി ഉൾപ്പെടുത്തിക്കൊണ്ട് ഷർലി എബ്ഡോയിലെ ഷാർലി, ഞാൻ ഷാർലി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയ്യിൽ ഒരു കാർട്ടൂൺ പിടിച്ച് നിൽക്കുന്ന ചിത്രം വെച്ചുകൊണ്ട് ആ മാസിക പ്രസിദ്ധീകരിക്കും. കേരളത്തിൽ ഇസ്ലാമിക നവോത്ഥാനത്തിന്റെയും പരിഷ്കരണവാദത്തിന്റെയും പേരിൽ ചില പ്രസ്ഥാനങ്ങൾ കടന്നു വന്നപ്പോൾ അവയുടെ അജണ്ടകൾ തുറന്നു കാണിക്കുകയും ഭീകരമായ ചില ആശയങ്ങളുടെ പിന്മുറക്കാരാണ് അവർ എന്ന് കേരളത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ, ഇവിടുത്തെ ചില സംഘടനകളുടെ വർഗീയ ആശയങ്ങളെ എതിർത്തുകൊണ്ട് സംസാരിക്കുകയും ചെയ്തപ്പോൾ അവരുടെ പ്രസംഗങ്ങളുടെ മുഖ്യമായ ആശയം കാതലായ തത്വം ഇത് ഗുണത്തെക്കാളെ കേരളീയ സമൂഹത്തിന് നാശനഷ്ടങ്ങൾ വരുത്തിവെക്കും എന്ന് പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തി. കൈവിട്ട സംഭവം ഒരു ഉദാഹരണമാണ്, നമുക്കറിയാം. ലാഭത്തെക്കാളെ സമുദായത്തിന് നഷ്ടങ്ങൾ മാത്രം വരുത്തി വെച്ചു. ഇതുപോലെയുള്ള ആശയങ്ങൾ അഷ്റഫുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ധർമ്മമനുസരിച്ച് ജീവിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് ചേർന്നതല്ല, നിങ്ങൾ പ്രോത്സാഹിപ്പിച്ചതല്ല. സത്യത്തിന്റെയും സമാധാനത്തിന്റെയും ശാന്തിയുടെയും ദൂതനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വർഗീയവാദികളുടെ കയ്യിലെ അൽഫാവയായി ഇട്ടുകൊടുക്കുന്ന രീതിയിലുള്ള ഈ പ്രവർത്തനങ്ങളുടെ ആശയങ്ങൾ ഇന്ന് ഇസ്ലാമിന്റെ ലോകലപിച്ചു വരുന്ന പ്രസ്ഥാനങ്ങൾ യഥാർത്ഥത്തിൽ എവിടെ നിന്ന് കടമെടുത്തു എന്ന് ചിന്തിക്കുമ്പോൾ തീർത്തും ഇസ്ലാമിക വിരുദ്ധമായ അനിസ്ലാമികമായ ചില വിചാരങ്ങളുടെ കൂട്ടിക്കൊടുക്കുന്നതാണ്, ഒറ്റുകാരമാണ് ഇവരുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. പരിശുദ്ധമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം ലോകത്തിന് മുൻപിൽ തുറന്നു വെച്ച ഒരു പുസ്തകമാണ്. അവിടുന്ന് ജീവിച്ചതും ജനിച്ചതും പറഞ്ഞതും പഠിപ്പിച്ചതും കൽപ്പിച്ചതും നിഷേധിച്ചതും നിരോധിച്ചതും എല്ലാം സുവർണ്ണ ലിപികളിൽ ചരിത്രം ഓടിവെച്ചിട്ടുണ്ട്. നാളെ
ഉൾക്കൊള്ളാൻ സാധിക്കുകയും അത്രയേറെ വിശാലമായ ചരിത്രം അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ചരിത്രത്തിന്റെ ഇങ്ങേ തരത്തിൽ നിന്ന് ഇക്കഴിഞ്ഞ 2 നൂറ്റാണ്ടുകളായി നമ്മൾ ചില തമാശകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ആ തമാശകൾ കേട്ടുവെക്കാനാണ് ഇവിടെ ചില ഭീകര വിധ്വംസക പ്രവർത്തനങ്ങളിൽ ഇസ്ലാമിന്റെ ലേബലിൽ ഒത്തിച്ചേർത്തത് എന്ന് നാം മനസ്സിലാക്കണം. എന്താണ് തമാശ? സ്കോട്ട്ലൻഡുകാരനായ ഒരു ഓറിയന്റലിസ്റ്റ് പണ്ഡിതൻ ക്രൈസ്തവ മിഷണറി പ്രവർത്തകരുടെ ഒരു ഇഷ്ടതാരം സർ വില്യം മൂർ, അദ്ദേഹം എഴുതിയ 4 വാല്യങ്ങളുള്ള ഒരു പുസ്തകമുണ്ട്, ദ ലൈഫ് ഓഫ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഓറിയന്റലിസ്റ്റ് പണ്ഡിതനായ സർ വില്യം മൂർ അദ്ദേഹം എഴുതുന്ന 4 വാല്യങ്ങളുള്ള പുസ്തകത്തിൽ അദ്ദേഹം ഹദീസുകളുടെ ചോദ്യം ചെയ്തുകൊണ്ട്, ഹദീസുകളുടെ സനദുകളുടെ ബലാഗത്തെ ചോദ്യം ചെയ്തുകൊണ്ട് നമ്മുടെ കേരളത്തിലെ വഹാബി പ്രസ്ഥാനം ഹദീസുകളുടെ ചരിത്രങ്ങളുടെ ഒക്കെ സനദുകളെ നിഷേധിക്കുന്നത് മാതിരി ആദ്യമായി അങ്ങനെ ഒരു ചിന്ത ലോകതലത്തിൽ ദൈക്ഷണിക തലത്തിൽ അങ്ങനെ ഒരു വിലാസം നൽകിക്കൊണ്ട് അവതരിപ്പിച്ചത് സർ വില്യം മൂറാണ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ അവതരിപ്പിക്കാൻ ഹദീസുകൾ പാഠമല്ല എന്ന് പറയാം. ലോകതലത്തിൽ ലിറ്റററി ക്രിറ്റിസിസത്തിന്റെ ഭാഗമായി വളർന്നു വന്ന HCM, ഹിസ്റ്ററിക്കൽ ക്രിട്ടിക്കൽ മെത്തേഡ്, ചരിത്രപരമായ നിർദ്ധാരണ രീതി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിന്റെ ടെക്നിക്സുകളുടെ വെളിച്ചത്തിൽ ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം പറയാൻ പാഠമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം ചരിത്ര നിർദ്ധാരണ രീതിയുടെ വെളിച്ചത്തിൽ ഉപയോഗിക്കാവുന്ന ചരിത്ര സ്രോതസ്സുകളല്ല എന്ന് പറഞ്ഞുകൊണ്ട് ചരിത്രത്തിൽ പരിചയപ്പെടുത്തിയ, ഹദീസുകളിൽ പരിചയപ്പെടുത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന് പകരം നബി തങ്ങളുടെ ജീവിതം വായിക്കേണ്ടത് ഖുർആനിൽ നിന്നാണ് എന്ന് പറയുകയും ഖുർആനിലെ ഹദീസുകളെ, ഖുർആനിലെ ആയത്തുകളെ തന്റെ ഇഷ്ടത്തിനനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ വക്രമായി ചിത്രീകരിക്കുന്നതിന് വേണ്ടി ദുർവ്യാഖ്യാനം ചെയ്യുകയും ചെയ്തു. സർ വില്യം മൂറിന്റെ ആശയങ്ങൾ കടമെടുത്തുകൊണ്ട് 1861 അദ്ദേഹം എഴുതിയ പുസ്തകത്തിന്റെ ഒരു വിശദീകരണം എന്നാണ്. പിന്നീട് ഹംഗറിക്കാരനായ ഇയാൻ ഗോൾഡ്ബർഗ് എന്ന് പറയുന്ന ഒരു ഓറിയന്റൽ പണ്ഡിതൻ ദ മുസ്ലിം സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതുകയുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം ഹദീസുകളെ പൂർണ്ണമായി നിഷേധിക്കുകയാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഖ്വാൽ അല്ലയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതല്ല. രാഷ്ട്രീയപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി, ഓൺലി ഫോർ പൊളിറ്റിക്കൽ റീസൺസ്, അദ്ദേഹത്തിന്റെ പുസ്തകത്തിലുള്ള അധ്യായത്തിന്റെ ഹെഡിങ് ഓൺലി ഫോർ പൊളിറ്റിക്കൽ റീസൺസ്, രാഷ്ട്രീയപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉമവി ഭരണകർത്താക്കൾ കെട്ടിച്ചമച്ചുണ്ടാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരോപിച്ചതാണ് ഈ ഹദീസുകൾ എന്ന് പറയുന്ന വിഭാഗം എന്ന് അദ്ദേഹം വിമർശിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട മുത്തഹല്ലിമീങ്ങളും ആലിമീങ്ങളും ഗവേഷക വിദ്യാർത്ഥികളും ദാഴികളും ഒരുപോലെ ചിന്ത കൊടുക്കേണ്ട വിഷയമാണ്. ഇയാൻ ഗോൾഡ്ബർഗിന്റെ പഠനത്തിന് ശേഷം ന്യൂയോർക്കിലെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്ന ജോസഫ് സ്റ്റാച്ച് എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ ദ ഒറിജിൻ ഓഫ് മുഹമ്മദൻ ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് ഹദീസുകളുടെ സനദുകൾ എന്ന് പറയുന്നത് കേവലം 3-ാം നൂറ്റാണ്ടിലെ ചില ആളുകളുടെ സൃഷ്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്നവർക്ക് താൻ മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന കാലം വരെ ഇന്ന ആളുകളിലൂടെ റിപ്പോർട്ട് ചെയ്തതാണ് എന്ന് രാഷ്ട്രീയപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി, ഉമവി ഭരണകർത്താക്കൾക്ക് വേണ്ടി അന്നത്തെ മുസ്ലിം പണ്ഡിതന്മാർ എഴുതി ഉണ്ടാക്കിയതാണ് എന്നാണ് അദ്ദേഹം എഴുതി വെച്ചത്. ആ ആശയത്തെ വിശദീകരിച്ചുകൊണ്ടാണ് പിന്നീട് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ J.H. Knoll എന്ന് പറയുന്ന ആളുടെ ദ മുഹമ്മദൻ ട്രഡീഷൻ എന്ന് പറയുന്ന പുസ്തകം വന്നത്. ഇത്രയും സുവ്യക്തമായ രീതിയിൽ പാശ്ചാത്യ ലോകത്ത് ഇസ്ലാമിനെ വിമർശിക്കുന്ന രീതിയിൽ വന്ന പഠനങ്ങളെ ഞാനിവിടെ പരാമർശിക്കാൻ ഒരു കാരണമുണ്ട്. ഷർലി എബ്ദോ മാസിക നമുക്ക് ചർച്ച ചെയ്യാം. എന്തുകൊണ്ടാണ് ഷർലി എബ്ദോ മാസിക നമ്മുടെ ഇതിൽ ചർച്ച വന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിമർശിക്കുന്ന ഒരു കാർട്ടൂൺ വന്നപ്പോൾ ആ കാർട്ടൂൺ പ്രസിദ്ധീകരിച്ച ഓഫീസ് ബോംബ് വെച്ച് തകർക്കാൻ ഇസ്ലാമിന്റെ പേരൊഴിച്ച, ഇസ്ലാമിന്റെ ലേബലിൽ പ്രവർത്തിക്കുന്ന ചില സംഘടനകൾ തയ്യാറായതുകൊണ്ടാണ് കേരളത്തിലടക്കം പത്രമാധ്യമങ്ങളിൽ ഇന്ന് നമുക്ക് സുപരിചിതമായ ഒരു
പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അഖില ഖുർആൻ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ഉപവിഭാഗമാണ്. സർ വില്യം മൂറിന്റെ ആശയങ്ങൾ കടമെടുത്തുകൊണ്ട്, അതുപോലെ ഗോഡ്ബിയുടെ ആശയങ്ങൾ കടമെടുത്തുകൊണ്ട് ഇന്ത്യയിലെ ഹൈദരാബാദ് വന്ന 1895 മരണപ്പെട്ടു പോയ ചിരാജാരി എന്ന് പറയുന്ന ഒരു ചങ്ങാതി, അദ്ദേഹമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ നിഷേധിച്ചുകൊണ്ട് അഖില ഖുർആൻ എന്ന് പറയുന്ന പിൽക്കാലത്ത് നിലവിൽ വന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ആരംഭം കുറിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ കടമെടുത്തുകൊണ്ടാണ് പിന്നീട് അങ്ങനെ ഒരു പ്രസ്ഥാനം വരുന്നത്. 1936 മരണപ്പെട്ടു പോയ ഖാജ അഹ്മദുദ്ദീൻ അമൃത്സരി എന്ന് പറയുന്ന ഒരാൾ, ഈ അടുത്ത് 1980 മരണപ്പെട്ട അബ്ദുള്ള ചക്രവാലി എന്ന് പറയുന്ന രണ്ടാളുകളിൽ നിന്ന് 1917 നീണ്ട കാലത്ത് വളരെ ചെറിയ ചെറിയ കുറെ പുസ്തകങ്ങൾ ഇറക്കി. ഗോഡ്ബിയുടെ പുസ്തകങ്ങൾ കോപ്പിയടിച്ച്, സർ വില്യം മൂറിന്റെ ഗ്രന്ഥങ്ങൾ കോപ്പിയടിച്ച്, ഹദീസുകളുടെ ചരിത്രപരതയെ ചോദ്യം ചെയ്തുകൊണ്ട് ഇവരിറക്കിയ ബുക്ക്ലെറ്റുകളിൽ ആദ്യത്തേതായ ജനക്കൂട്ടത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അഖില ഖുർആൻ എന്ന് പറയുന്ന സംഘടന നിലവിൽ വന്നത്. ആ സംഘടന ഇസ്ലാമിന്റെ പേരിലാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ തിരിച്ചറിയണം. അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ നിഷേധിച്ചെന്ന് മാത്രമല്ല, ഒരാൾ മുസ്ലിമാണെങ്കിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് ഇത് രണ്ടും ഉച്ചരിച്ചിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ വന്ന് അബുൽ ഖൈസിന്റെ വഫദ് യാത്രാ സംഘം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇസ്ലാമിനെ കുറിച്ച് ലളിതമായി പറഞ്ഞു തരാൻ ആവശ്യപ്പെടുന്ന രംഗം ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ സ്വഹീഹ് മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട്. സമയം ചുരുക്കമാണ്, ഞാൻ സംക്ഷിപ്തമാക്കി പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാം ഇന്ന് ഇസ്ലാം കാര്യങ്ങൾ 5 ആയി പറയുന്ന കാര്യങ്ങൾ ഒറ്റ ഹദീസിൽ പഠിപ്പിക്കുന്നത് ഈ ഹദീസിൽ സ്വഹീഹ് മുസ്ലിമിൽ നമുക്ക് വായിക്കാം. അവിടെ എന്ന് ബഹുമാനപ്പെട്ടവർക്ക് നിർദ്ദേശം കൊടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു ചോദിക്കുന്നു, അസ്തദറൂന മൽ ഈമാൻ ബില്ലാഹി അൽ ഈമാൻ ബില്ലാഹി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? സഹാബത്ത് അതിന്റെ മറുപടി പറഞ്ഞു, അല്ലാഹു റസൂലുഹു അലം. അവർക്ക് അവരുടെ ഭാഷ അറിയാത്തതുകൊണ്ടല്ല. അൽ ഈമാൻ ബില്ലാഹി എന്നതിന്റെ ഭാഷാപരമായ മീനിങ് അവർക്ക് അറിയാത്തതുകൊണ്ടല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ എന്തോ ഒന്ന് അധ്യാപനം പ്രതീക്ഷിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് അതോടുകൂടി ആ സ്വഹാബി വൃന്ദം അല്ലാഹു റസൂലുഹു അലം എന്ന് പറഞ്ഞപ്പോൾ അൽ ഈമാൻ ബില്ലാഹി എന്നതിന്റെ നിർവചനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, അൻ തശ്ഹദ അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാഹ്. അപ്പോൾ ഒരാൾ മുസ്ലിമാകുന്നതിന്റെ അടിസ്ഥാനപരമായ പ്രഖ്യാപനം അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് വിശ്വസിക്കലാണ്. അല്ലാഹുവിന്റെ ഏകത്വത്തെ ഒരാൾ വകവെച്ചുകൊണ്ട് ഒരാൾ ഇസ്ലാമാണെന്ന് നമ്മൾ പറയുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണെന്ന് കൂടി അംഗീകരിക്കണം. എന്നാൽ ചിരാജാലിയുടെ ആശയങ്ങൾ കടമെടുത്തുകൊണ്ട് അഖില ഖുർആൻ പുസ്തകം വന്നപ്പോൾ അവർ പറഞ്ഞു, ഒരാൾ മുസ്ലിമാവാൻ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയേണ്ടതില്ല, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ മതി. അതുകൊണ്ട് ഷഹാദത്ത് കലിമയിൽ നിന്ന് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന ഭാഗം വെട്ടിമാറ്റി. നിസ്കാരം 5 വക്താണ് കാലങ്ങളായി നമുക്കറിയാം. ചരിത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം അതിന് സാക്ഷിയാണ്. പക്ഷേ അഖില ഖുർആൻ പ്രസ്ഥാനം നിസ്കാരം 3 വക്താക്കി ചുരുക്കി. ആർത്തവകാരികൾ നിസ്കാരം നിർബന്ധമാണെന്ന് പ്രഖ്യാപിച്ചു. സകാത്ത് അതിന് വർഷം പൂർത്തിയാവുകയോ നിസാബെത്തുകയോ കൃത്യമായ കഥകൾ ചെയ്യേണ്ടതെന്നോ അതൊന്നുമില്ല. ഒരാൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാം, അതിനാണ് സകാത്ത് എന്ന് പറയുന്നത്. ഹജ്ജിന് നിഷേധിച്ചു. ഇങ്ങനെ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ആശയങ്ങളൊക്കെ നിഷേധിച്ചുകൊണ്ട് നിലവിൽ വന്ന ആ പ്രസ്ഥാനത്തിൽ നിന്ന് ബീജാവാക്കപ്പെട്ടതാണ് നമ്മുടെ കേരളത്തിൽ ചേകനേഴ്സം വന്നത്. തിരിച്ചറിയണം, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അഖില ഖുർആൻ പ്രസ്ഥാനം വന്നത് അങ്ങനെയാണ്. ഈ അഖില ഖുർആൻ പ്രസ്ഥാനം ഈജിപ്തിലേക്ക് ഡോക്ടർ മുഹമ്മദ് തൗഹീദ് ഈജിപ്തി എന്ന് പറയുവാനാൽ അൽ ഇസ്ലാം ഹുവൽ ഖുർആൻ വഹദ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഖുർആൻ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവതരിപ്പിച്ചത്. 1857 പുറത്തു വന്ന മുഹമ്മദ് അബുറയ്യയുടെ അൽവാഹു അൽ-സുന്നത്തുൽ മുഹമ്മദിയ്യ എന്ന് പറയുന്ന ഗ്രന്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രമായി ഹദീസുകൾ അംഗീകരിക്കാൻ പാടില്ല എന്ന് പറയാനാണ് രചിക്കപ്പെട്ടത്. ഈ പ്രസ്ഥാനം തീർത്തും ഇസ്ലാമിക വിരുദ്ധമായ ആശയമാണ് ലോകത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹുബ്ബിന്റെ പേരിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടത്തിന്റെ പേരിലാണ് ഇവർ
ഈ ആക്രമണം നടത്തിയവർ തീർത്തും തിരുനബി തങ്ങളുടെ ശത്രുക്കളാണ്. തിരുനബി തങ്ങളുടെ ഹദീസുകൾ നിഷേധിച്ചവരാണ്. അതിന്റെ ചരിത്രപരതയെ നിഷേധിച്ചവരാണ്. ഞാൻ വേദനയോടുകൂടി ഓർക്കുന്നു, 1861 സർ വില്യം മൂറിന്റെ പുസ്തകം വന്നത് മുതൽ ഇന്ത്യയിലുണ്ടായ ലോകത്തുണ്ടായ ഗ്രന്ഥപരമ്പരകളുടെ ഏറ്റവും അവസാനം തർക്കം വന്നുവരുന്നത് സെക്യുലറിസ്റ്റ് ഹിസ്റ്റോറിയനായി അറിയപ്പെടുന്ന ഇറാഖുകാരൻ, ഇപ്പോൾ അമേരിക്കയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇബ്നു വറാഖ്, അദ്ദേഹത്തിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള അന്വേഷണം എന്ന് പറയുന്ന ആ ഗ്രന്ഥം ഹദീസുകളെ പൂർണ്ണമായി നിഷേധിച്ചുകൊണ്ട് ആണ് രൂപപ്പെട്ടിട്ടുള്ളത്. ആ ആശയക്കാരാണ് ഷർലി എബ്ദോയുടെ ഓഫീസ് ആക്രമിച്ചത് എന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ട് ലോകത്തിന് മുമ്പിൽ ലോകത്ത് 14 നൂറ്റാണ്ട് കാലം നിലനിന്നു വന്ന ഒരു പ്രസ്ഥാനമാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയുകയും ഉൾക്കൊള്ളുകയും പഠിപ്പിക്കുകയും ചെയ്ത പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിന്റെ ആശയങ്ങളോട് ഏതെങ്കിലും ഒരു തരത്തിൽ ഇബ്നു വറാഖിന്റെ കടപ്പാടുകളെന്ന് നമുക്ക് പറയാൻ കഴിയാതെയാണ്. എന്ന് പറഞ്ഞാൽ അവിശ്വാസിയാണ് എന്ന് ഇസ്ലാമിക പണ്ഡിതന്മാർക്ക് മുദ്രകുത്താൻ സാധിച്ച ഔഷധം ഇദ്ദേഹം പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ് ഇന്ന് നമുക്കിടയിൽ ചിത്രീകരിക്കപ്പെടുന്ന വ്യക്തിത്വം യേശുക്രിസ്തു ബൈബിളിൽ ജീവിക്കുന്നത് പോലെയുള്ള ഒരു മിത്ത് മാത്രമാണ്. മഹാഭാരതത്തിലെ ഒരു കഥാപാത്രമാണ് ശ്രീരാമൻ എന്നതുപോലെ ഇസ്ലാമിക സമൂഹത്തിൽ പ്രചരിച്ച കഥകളിൽ ഒരു കഥാപാത്രമാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാൻ മാത്രം സഞ്ചേതം ധിക്കാരം ഈ ചങ്ങാതി കാണിച്ചു. എന്നിട്ട് അതുകൊണ്ടാണ് ഞാൻ എന്റെ ഭാഷണത്തിന്റെ ആരംഭത്തിൽ പറഞ്ഞത് തിരുജീവിതം സുവർണ്ണ ലിപികളിൽ അവിടുന്ന് ജനിച്ചതും ജീവിച്ചതും പഠിപ്പിച്ചതും പറഞ്ഞതും എല്ലാം കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ പരിശുദ്ധമായ ഖുർആൻ ഇന്ന് നമുക്ക് ലഭ്യമായ രീതിയിൽ യഥാർത്ഥത്തിൽ നിലനിന്നിട്ടുണ്ടായിരുന്നില്ല. ഇതെല്ലാം 15ാം നൂറ്റാണ്ടിൽ രൂപം കൊണ്ടതാണ് എന്നുവരെ ഇദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. ഈ തരത്തിലുള്ള ആശയങ്ങൾ പരിശുദ്ധമായ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തെ പോലും നിഷേധിക്കുകയും ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അത് നാം ലോകത്തിന്റെ മുമ്പിൽ തുറന്നു കാണിക്കാൻ ബാധ്യസ്ഥരാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളോട്, ഉസ്താദുമാരോട്, ഗവേഷണ വിദ്യാർത്ഥികളോട്, ഈ കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിച്ചെടുത്ത് പ്രബോധന ദൗത്യം നിർവഹിക്കേണ്ട ദാഴികളോട് ഓർമ്മപ്പെടുത്തുവാനും പരിശുദ്ധമായ ഇസ്ലാമിന്റെ ചരിത്രപരതയെ ചോദ്യം ചെയ്യുകയും കേവലം ഒരു ഇതിഹാസവും ഒരു സംസ്കാരവുമായി ഉമവി ഭരണകർത്താക്കളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ നിലനിർത്താൻ വേണ്ടി ഉടലെടുത്ത ഒരു കൾച്ചർ പിന്നീട് ലോകത്ത് പ്രചുരപ്രചാരം നേരിടാണ് എന്ന ആശയത്തെ കൃത്യമായി ആശയഗതികളിൽ നിന്ന് ഊന്നി നിന്നുകൊണ്ട് പ്രതിരോധിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അതുകൊണ്ട് ആ തരത്തിലുള്ള പഠനങ്ങളും അന്വേഷണങ്ങളും പാശ്ചാത്യ ലോകത്തിൽ തന്നെ നടക്കുന്നുണ്ട് എന്നൊരു സംവിധാനമാണ്. ഏണസ്റ്റ് ബനാൻ എന്ന് പറയുന്ന ഒരാളുടെ ഒരു പുസ്തകം 1999 പുറത്തിറങ്ങിയത് ലൈഫ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുക്രിസ്തുവിന്റെ ജീവിതം. അദ്ദേഹം അതിന് ബൈബിളിലെ ജീവിതത്തെ, യേശുക്രിസ്തുവിന്റെ ജീവിതത്തെ പൂർണ്ണമായി പഠിച്ചതിന് ശേഷം പറഞ്ഞത് കുരിശുമരണം അടക്കമുള്ള സംഭവങ്ങളുടെ ചരിത്ര കഥകളിൽ നിന്ന് മനസ്സിലാകുന്നത് ഇങ്ങനെ ചരിത്രത്തിൽ ജീവിച്ചിട്ടില്ല. അദ്ദേഹവും ഉപയോഗപ്പെടുത്തിയത് ഹിസ്റ്ററിക്കൽ സമയത്ത് തന്നെയാണ്, തന്നെയാണ് ചരിത്ര നിരൂപണ രീതി തന്നെയാണ്. അതേ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ദ ലൈഫ് ഓഫ് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. 2000 ആണ്ടിൽ അത് പ്രസിദ്ധീകരിക്കുകയും അത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ വിപണിയിൽ ലഭ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചരിത്രത്തിൽ ജീവിച്ചിരുന്നു എന്നും അഹ്ലുസുന്നത്തി വൽ ജമാഅ വിശ്വസിക്കുന്നത് പോലെ അമാനുഷികമായ ഒരുപാട് സംഭവങ്ങൾ തിരുനബിയിൽ നിന്ന് ഉടൻ ഉണ്ടായിരിക്കുന്നതിന് ഹിസ്റ്ററിക്കലായ എവിഡൻസുകൾ ധാരാളം എടുത്ത് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്രാ മിഅ്റാജ് പോയതുൾപ്പെടെ ചന്ദ്രനെ പിളർന്നതുൾപ്പെടെയുള്ള സംഭവങ്ങളുടെ ചരിത്ര പശ്ചാത്തലങ്ങളെ കൃത്യമായ ഹിസ്റ്ററിക്കൽ എവിഡൻസ് വെച്ച് രേഖപ്പെടുത്തിയ ഒരു ഗ്രന്ഥമാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അതേപോലെ മുത്തഅല്ലിമീങ്ങൾക്ക് ലഭിക്കും അസ്സുന്നത്തു വമഖാമുഹാ ഫിത്തശ്രീഇ ഇസ്ലാമി എന്ന് പറയുന്ന മുസ്തഫ സബായിയുടെ ഗോൾഡ്സ്മിയുടെ ആശയങ്ങളും വില്യം മൂറിന്റെ ആശയങ്ങളെയും എടുത്തുദ്ധരിച്ചുകൊണ്ട് കൃത്യമായി മറുപടി പറയുന്നത്. ഈ രീതിയിലുള്ള പുസ്തകങ്ങൾ പഠിച്ച്
പുതിയ സമൂഹത്തെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രതിരോധത്തിന്റെ വഴികൾ ആവിഷ്കരിക്കാൻ തിരുനബി തങ്ങളുടെ ജീവിതത്തിന്റെ ആവിഷ്കാരത്തിന്റെ വഴികൾ തുറന്നു വെക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ നാം തിരുനബി തങ്ങളോട് കടപ്പെട്ടവരാകുന്നത് എന്ന് നാം തിരുനബിയോടുള്ള കടപ്പാട് നമ്മൾ നിർവഹിക്കുന്നത് നാം തിരിച്ചറിയുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അഷ്റഫുൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തമുള്ള രീതിയിൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ വഴിയിൽ ഇഖ്ലാസോടുകൂടി സേവനം നിരതരാവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ മജ്ലിസ് അതിന് കാരണമായി കബൂൽ ചെയ്യുമാറാവട്ടെ എന്ന ദുആയോടുകൂടി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.